പ്രീമിയർ പ്രോയിൽ MMC ഡിവൈസ് ഇൻറ്റേർണൽ എറർ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് കേൾക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. പുതിയ വ്യൂസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, സജഷൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളെ താഴെ സെർച്ച് ബാറിൽ സെറ്റിങ്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട്, അതായത് വിൻഡോസ് അപ്ഡേറ്റിൻ്റെ മുകളിലായിട്ട് ഇതാ ഇവിടെ വരുന്നത്. അപ്പം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ മൈക്രോഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നോക്കുന്നത്, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഓൺ കൊടുത്തിട്ടാണുള്ളത്. ഇത് ഓഫാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ആപ്സിന് നമുക്ക് മൈക്രോഫോണ് അലൗഡാണ് എന്നാണ് നോക്കുന്നത്. അത് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് ഗൂഗിൾ ക്രോമും അതുപോലെ തന്നെ പ്രീമിയറും, അത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ചില PCസിൽ ഇവിടെ ഈ ഓൺ ഓഫിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ച സ്വിച്ച് ക്ലിക്ക് ബട്ടൺ ഇവിടെ കാണും. അഥവാ ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം ഓൺ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. അത് അഥവാ നിങ്ങൾക്ക് വർക്കാവുന്നില്ല എന്നുള്ളതാണെങ്കിൽ നമ്മളിവിടെ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യുക. ഇവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്രിഫറൻസ് ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ ഓഡിയോ ഹാർഡ്വെയർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക സിസ്റ്റം ഡിഫോൾട്ട്. അതിന് ഫസ്റ്റ് ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നോ ഔട്ട്പുട്ട് ആണുള്ളതെങ്കിൽ നമ്മൾ ഫസ്റ്റുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തത് ഇൻബിൽട്ടായിട്ട് ഉള്ളത് തന്നെ കൊടുക്കുക. ഇത് രണ്ടും ഞാൻ കൊടുത്ത പോലെ തന്നെയാണോ ശ്രദ്ധിക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.